ഇന്ന് നമുക്ക് റണ്ണിങ് ന്യൂസും അങ്ങനെ ഗിഡിനെസ്സും ഒക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റുന്ന വേറൊരു ചായ കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കിയതാണ് ഇഞ്ചി ചായ. ഇഞ്ചി ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിൽ ഒരു ഇഞ്ചി ഒരു കഷ്ണം ഇത്ര പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞ് ഒന്ന് ചതച്ച് കഷ്ണാക്കിയിട്ട് ഇതങ്ങനെ വെള്ളത്തിലിടുക. എന്നിട്ട് വെള്ളത്തിലിട്ട് അത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വളരെ 2 ഗ്ലാസ് ചായ ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ ചായപ്പൊടിയും ഒരു നുള്ളു മഞ്ഞളും കൂടി അതിലിടുക. എന്നിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം ലൂക്ക് വാമിൽ കുടിക്കണം. ലൂക്ക് വാമിൽ നമ്മൾ അതിനെ ഒന്ന് അരിച്ചൊഴിക്കുക. കുറച്ച് ഇതങ്ങനെ അരിച്ചൊഴിക്കുക. ഇനി ഈ ബാക്കിയുള്ള ചായ നമുക്ക് അരിച്ചിങ്ങനെ ഗ്ലാസ് ടംബ്ലറിലാക്കി വയ്ക്കാം കേട്ടോ. പക്ഷെ കുടിക്കുമ്പോൾ എപ്പോഴും ലൂക്ക് വാം ആയിരിക്കണം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഇതങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ലെമണൊക്കെ കൂടുതലുള്ള സമയത്ത് കുറച്ച് ലെമണൊക്കെ നമ്മൾ പിഴിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച ലെമൺ ജ്യൂസാണ് കേട്ടോ. ആ ലെമൺ ജ്യൂസ് ഇതിലൊഴിക്കുക. കണ്ടോ, ഇങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് ഹണി, കാരണം നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇഞ്ചിയുടെ ചായപ്പൊടിയുടെ ഈ ലെമണിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റോട് കൂടി കുറച്ച് ഹണി, ഇതങ്ങനെ ഒരു ടീസ്പൂൺ ഹണി തന്നെ കേട്ടോ. അങ്ങനെ ആ ഹണി ഒഴിക്കുക. ഇത് ലൂക്ക് വാമിലാണേ, കാരണം ഹണി ഒഴിച്ചിട്ട് നമ്മളെപ്പോഴും ലൂക്ക് വാമിലുള്ളതായിരിക്കണം, അപ്പോഴാണ് കഴിക്കാൻ പാടുള്ളൂ. ഹണി വല്ലാണ്ട് ചൂടാവാൻ പാടില്ല. എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കുക. നന്നായി ഇളക്കിയിട്ട് സിപ്പായി കുടിക്കുക. ഇത് നമ്മുടെ റണ്ണിങ് ന്യൂസ് അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ മാറാൻ നല്ലൊരു ചായ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്നുമല്ല കായപ്പോ രുചിയൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. ലൂക്ക് വാമിൽ കുടിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലൂക്ക് വാമാണ്. ഞാൻ തിളപ്പിച്ച് കൊണ്ടുവന്ന് 2 മിനിറ്റ് അങ്ങനെ വെച്ചു. ഇപ്പോൾ ലൂക്ക് വാമാണ്. ഇപ്പോൾ ഇത് നമുക്ക് കുടിക്കാൻ നല്ല പാകമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്, കുടിക്കാനും ടേസ്റ്റാണ്. മാത്രമല്ല നമുക്കത് നല്ല ഉപകാരവും ചെയ്യും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ബാക്കിയുള്ളത് നമുക്ക് അരിച്ച് ഇതിലാക്കി വയ്ക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് ലെമണും 1 ടീസ്പൂൺ ലെമണും 1 ടീസ്പൂൺ ഹണി ഇട്ടിട്ട് കഴിക്കുക. ഓക്കേ.